ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് റിക്വസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷനാണ് നമ്മളിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. 8 ഓഫ് സോർഡ്സ്, സ്റ്റാർ, 8 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാണ്ട്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, വേൾഡ്, മെറ്റീരിയൽ ഹാപ്പിനെസ്, ടവർ, Princess of Cups, Judgment, Three of Cups, രണ്ട് കാർഡ്സ് കൂടി എടുക്കാം. 6 of Cups, ഓക്കെ, 9 of Swords. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുമായിട്ട് ഇപ്പോൾ സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന ആ വ്യക്തികളുടെ എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചധികം നാളുകളായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില മേജർ ട്രാൻസ്ഫോർമേഷൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിന്ന ശേഷം. അപ്പം അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊന്നും സംഭവിച്ചിട്ടുള്ള ഒരു എനർജി അല്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജി അല്ല. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നല്ലതുപോലെ മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചധികം ആ ഒരു ടൈം പീരീഡ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ഫേസിൽ. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോവാൻ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എൻഡപ്പായ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈലൻസ് ആയിട്ട് പോയതായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരുന്ന വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ അവർ ആക്ച്വലി ഒരു എന്താ പറയുന്നത്, ഒരു അവരായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിട്ട് ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ കുറച്ചൊരു ഫ്രീഡത്തിൽ ഇറങ്ങിയതുപോലെ ഫീൽ ചെയ്ത് മാറിയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടന്നപ്പോൾ ഈ ഒരു പേഴ്സൺ കരുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവർ ചിന്തിച്ചിട്ടുള്ളത്, അവർ ചില കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം വന്നു എന്നുള്ള രീതിയിൽ ചിന്തി ചിന്തിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ, നമ്മളൊരു കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ അവിടെ, അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമല്ല. അവർ ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ടുണ്ടാവാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിരിക്കാം. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൂലം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും ഈ പേഴ്സണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ചധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ കുറച്ചും കൂടി ഒരു താല്പര്യം ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. മാത്രമല്ല അവർ അവരുടേതായിട്ടുള്ള ഒരു, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങളിൽ നിന്ന് അവർ പുറത്ത് കടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ന്യൂ പാഷനിലേക്കാണ്. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യത്തിലേക്കാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അത് ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജിയിലേക്കായിരിക്കും ആ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും വളരെ ഒരു നമ്മൾ ഈഗറായിട്ട് പോവുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചിലവർക്ക് സെപ്പറേഷൻ ഫേസ് ഉണ്ടാവുന്നത് വളരെ വിഷമത്തോടെ ആയിരിക്കും. 2 പേരും വിഷമത്തോടെ പിരിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാണാറുണ്ട് നമ്മൾ. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺന്റെ എനർജിയിൽ നമ്മൾക്ക് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഭയങ്കര വിഷമത്തിലോ സങ്കടത്തിലോ ഒന്നും നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ വന്നിട്ടുള്ള വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണത് കൂടുതൽ റെസൊണേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺന്റെ എനർജി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. തീർച്ചയായിട്ടും അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള കുറ്റബോധമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അവർ വളരെ ഫ്രീ ആയി എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് മറ്റൊരു പാഷനിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. നമ്മൾ പറയുന്ന പോലെ ഒരു ഗ്രീനർ സൈഡിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ അവർ പോയൊരു സ്ഥലത്ത് അവർ വളരെയധികം ആ ഒരു സ്ഥലം വളരെയധികം കംഫർട്ടാക്കാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും അവരവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവരെവിടേക്കാണോ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത്, ആ ഒരു സിറ്റുവേഷനിൽ നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്തൊരു ഫ്യൂച്ചർ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതായിരിക്കും അവരുടെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ കരുതിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് കാര്യങ്ങളെല്ലാം അതിനും വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മേ ബി ആ ഒരു ടൈമിൽ ഇവർ കുറച്ചധികം ഹാപ്പിനെസ് അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു വ്യക്തി അകന്ന് മാറി നിന്ന് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു ടൈമിൽ അവർക്ക് വലിയ കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം, എന്നെ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ട് ഇവർക്ക് നല്ല ഹാപ്പിനെസ്സും എനിക്ക് ഒരുപാട് സന്തോഷവും സങ്കടമാണല്ലോ ഉണ്ടായിട്ടുള്ളതെന്ന്. കാരണം ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു മെറ്റീരിയൽ ഹാപ്പിനെസ് ആയിക്കോട്ടെ, ഈ ഒരു ഗോൾഡ് എനർജി ആയിക്കോട്ടെ, അവർക്ക് വളരെയധികം അവരുടെ ലൈഫിൽ ഒരു നല്ല മൊമെന്റ്സ്, അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളങ്ങോട്ട് മതിമറന്ന് പോവുക എന്നൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു സംഗതിയായിരിക്കാം. നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ടുള്ള ഒരു സംഗതിയായിരിക്കാം. അപ്പോൾ അത് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവും, അല്ലെങ്കിൽ എല്ലാം എൻ്റെ കൈപ്പിടിയിലാണ് എന്നുള്ള രീതിയിലൊക്കെ ചില സിറ്റുവേഷനിൽ പലരും പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കണം മേ ബി ആ ഒരു വ്യക്തിയും കടന്നു പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു ടവർ എനർജി അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ഡിസ്ട്രക്ഷൻ അവരുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നൊരു സമയം, അതിപ്പോൾ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളോ എന്തോ ആവാം. അപ്പോൾ അതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ തന്നെ നമുക്കും ഇതേ മറ്റാരും ഇല്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഉള്ള ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട്. അതാണ് പലരുടെയും ലൈഫിൽ ഒരു ടവറായിട്ട് കയറി വരുന്നത്. അതെന്ന് പറയുന്നത് നമ്മളെ കുറച്ച് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ചില തിരിച്ചറിവിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് ഒരു മൂഢസ്വർഗ്ഗത്തിൽ പോകുമ്പോൾ നമ്മുടെ തലക്കിട്ടൊരു കുത്ത് തരിക എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ നമ്മളൊന്ന് എണീപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്ന സംഗതിയാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ എണീക്കണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നത് എന്തിനായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ കയറിക്കൊണ്ട് വരും. ചില റിലേഷൻഷിപ്പ് ഒരു പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു ടവർ എനർജിയിൽ തന്നെ ഒരു ഡിസ്ട്രക്ഷനിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പാർട്ട്ണറോടുള്ള ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് ആയിരിക്കാം. ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലും ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ വ്യക്തികൾക്കും അവരെവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇറങ്ങി ഏത് കാര്യത്തിലേക്കാണോ അവർ വലിയ ഒരു സന്തോഷത്തോടെ ചാടി ഓടിപ്പോയത്, അവിടെ തന്നെ ആയിരിക്കും അവർക്ക് ആ ഒരു പണി കിട്ടിയിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ പറയാറുണ്ട് കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടി കൂട്ടത്തോടെ വന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നല്ല സമയമാണ്, അല്ലെങ്കിൽ നമുക്ക് പല ഗ്രഹങ്ങളുടെ ഒരു ആനുകൂല്യത്തിൽ നിൽക്കുന്ന ഒരു സമയം, നമ്മളുടെ ജാതകവശാൽ നല്ലൊരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നല്ലൊരു ടൈം പീരീഡ് കയറി കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എപ്പോഴാണോ നമ്മളുടെ ആ ഒരു ടൈമിന് ചേഞ്ച് വരുന്നത്, അപ്പോൾ നമ്മൾ ഈ ചെയ്തു വെച്ച ബാഡ് കർമാസ്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാവാം, ഇതൊക്കെ കൂടി നമുക്ക് വണ്ടി പിടിച്ച് കയറി വരുന്നത് ഈ ഒരു മോശം കാലഘട്ടത്തിലേക്കായിരിക്കും.
അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു സമയവും മോശം കാലഘട്ടമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം മാറി മറിഞ്ഞുമൊക്കെ കയറി വരാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജിയാണ്. മാത്രമല്ല നമ്മൾ കരുതിക്കൂട്ടി നമ്മൾ ആരെയും വിഷമിപ്പിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ആഹ്, എന്താ പറയുന്നത് മറ്റാരിൽ നിന്നും ഒന്നും പിടിച്ചു പറിക്കാനോ ഒന്നും നമ്മൾ നിന്നിട്ടില്ല. നമ്മൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്ത് ഫേസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് എണീറ്റ് പോരാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് പോലും ഒരു കുറ്റബോധം ഇല്ലാതെ അത് ചിലപ്പോൾ നമ്മളുടെ കർമ്മയായിരിക്കാം. അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് വരാം എന്നുള്ളൊരു ചിന്തയിൽ പോവാ. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുടെ ഒരു കോൺഫിഡൻസിൽ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു സഫറിങ്സും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടവറിന് ശേഷം വന്നിട്ടുള്ളത് പ്രിൻസസ് ഓഫ് കപ്സ് എനർജിയും അതുപോലെ തന്നെ ഈ ഒരു ജഡ്ജ്മെന്റ് എനർജിയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഈ ഒരു ടവർ സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസ്ട്രക്ഷൻ അവരുടെ ലൈഫിൽ ഏത് കാര്യത്തിനാണ് സംഭവിച്ചതെങ്കിലും ഈ വ്യക്തിക്ക് ഒരു ഇമോഷണൽ അവേക്കനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുമ്പോഴാണ് പലർക്കും ഒരു ബോധോദയം ഉണ്ടാവുന്നത്. അതായത് ഒരു ഇല്യൂഷനകത്ത് പെട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലവർക്ക് നമുക്കറിയാം ഫാമിലിയൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. അത് കുട്ടികളുണ്ടാവാം, ഹസ്ബൻഡ് ആയാലും വൈഫായാലും. പക്ഷേ അവർ ഇടക്കാലത്ത് വെച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നിട്ട് മറ്റൊരു ലോകത്തേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആ ഒരു ലോകത്ത് ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ച് നാളുകൾ അവർ ഭയങ്കരമായിട്ട് അതിനകത്ത് മുങ്ങിപ്പോവാറുണ്ട്. പക്ഷെ പെട്ടെന്നാണ് അവിടെ ഒരു ഈ പറഞ്ഞതുപോലെ ആ ഒരു ഇല്യൂഷനിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു സംഗതി യൂണിവേഴ്സായിട്ട് തന്നെ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതായത് അപ്പോഴാണ് അവർക്കൊരു ബോധം വരുന്നത്. ഞാൻ ചെയ്ത് പോയ കാര്യങ്ങൾ തെറ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു പെരുമാറേണ്ടത്. സ്വന്തം സന്തോഷം നോക്കി അല്ലെങ്കിൽ സ്വന്തം ഹാപ്പിനെസ് നോക്കി പോവാണ്. അപ്പോൾ പലരും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പാർട്ട്ണറിനെ എപ്പോഴും കുറ്റം പറയാറുണ്ട്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവും ഇവരെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് ആകുമ്പോൾ പല പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു പലപ്പോഴും നമ്മൾ പോലും ചിന്തിച്ചു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനകത്ത് അധികം ഒന്നും പൊരുത്തപ്പെടാൻ പറ്റാത്ത ആൾക്കാർക്ക് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പിൽ പോയിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വിഷമിക്കാനോ കരയാനോ മടിയുണ്ടാവാറില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എത്ര തെറ്റുണ്ടെങ്കിലും അതൊക്കെ പുറത്തു കൊടുക്കാനായിട്ട് ഇവർക്ക് പറ്റും. പക്ഷേ അതേസമയം പാർട്ട്ണർ അതായത് ഹസ്ബൻഡ് ഓർ വൈഫ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും അവർക്ക് എന്താ പറയുക അത്രയും ഒരു ത്യാഗം സഹിക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആരെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ട് ഒന്നും നേടിക്കഴിഞ്ഞാൽ അത് ശാശ്വതമല്ല. കുറച്ച് നാളൊക്കെ അത് പോവാനായിട്ട് സാധിക്കുമായിരിക്കാം. പക്ഷേ മറ്റൊരാൾക്കൊരു കണ്ണീര് കൊടുത്തിട്ട് നമ്മൾ എന്ത് സ്വന്തമാക്കിയാലും അത് നമുക്ക് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അതുമായിട്ട് മുന്നോട്ട് പോവാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വന്നിട്ടുള്ള എനർജി എന്ന് പറയുന്നത് അത് 8 ഓഫ് സോഡ്സ് ആണ്. അതുപോലെ തന്നെ എൻഡിങ് വന്നിരിക്കുന്നത് 9 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും 2 തരത്തിലാണ്. ഒന്ന് വളരെയധികം ആ ഒരു ട്രാപ്ഡ് ഫിയർ അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പെട്ടുപോയി എന്നുള്ളൊരു രീതിയിൽ ആകെ അനങ്ങാൻ പറ്റാത്ത സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമോഷണലി ഈ പറഞ്ഞൊരവസ്ഥയാണ്. അവിടെ നമ്മൾ ആരും കെട്ടിപ്പൂട്ടി വെച്ചിട്ടല്ല. പക്ഷേ നമുക്ക് മാനസികമായിട്ട് അത്രയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും തരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മെന്റലി നമ്മൾ അതിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ആദ്യമേ നമ്മൾ കാണുന്ന ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് സ്റ്റക്കായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് അവർ വീർപ്പുമുട്ടി നിന്നിരുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മളിത് എൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അകൽച്ചയിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള നല്ല മെമ്മറീസ് ഓർക്കുന്ന എനർജീസാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പതനം വന്നപ്പോൾ ആ ഒരു പേഴ്സന്റെ മനസ്സിൽ ആദ്യമേ വരുന്നത് നിങ്ങളാണ് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു മെന്റലി ഉള്ള ആ ഒരു ഡിപ്രഷൻ, ദുഃഖം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അത്രയധികം ഒരു ഒറ്റപ്പെടൽ ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ അവരുടെ ലൈഫിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ടവർ സിറ്റുവേഷൻ വന്നത് എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ വിചാരിച്ച ആരും അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ അവർ തീർത്തും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോഴാണ് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെയുള്ള പല എനർജീസിലും നമുക്ക് കാണാം. ഇപ്പോൾ ആദ്യത്തെ എനർജീസിലെല്ലാം നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർ വളരെയധികം പാഷനേറ്റ് ആയിട്ട് എന്തിൻ്റെങ്കിലും പുറകെ പോയൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളിങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ചധികം അവർക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ
ഞാൻ ചെയ്തതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്നുള്ളൊരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എൻഡിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണിതെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് തരത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരിക്കാം. ചിലർ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവാം. ചിലരാണെന്നുണ്ടെങ്കിൽ എന്നെ വേദനിപ്പിച്ചു പോയൊരു വ്യക്തിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് വേണ്ടാന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. വേദനിപ്പിച്ചു പോയി എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വലിയൊരു ഫ്രീഡം കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് സ്വതന്ത്രമായതുപോലെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെയിൻ തന്ന് പോയിട്ടുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ്. ഒരിക്കലും ഭയങ്കരമായിട്ട് ദുഃഖത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ പോയിട്ടുള്ള പേഴ്സൺ എനർജി അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെസൊനേറ്റ് ആവുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷനിൽ ഇവർ ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ചധികം ദുഃഖത്തിൽ അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷനൊക്കെ ഈ ഒരു പേഴ്സണ് കുറച്ച് വന്നിട്ടുണ്ട്. ചിലപ്പോൾ സ്പിരിച്വലി ചിലപ്പോൾ കുറച്ചൊന്ന് കണക്റ്റ് ആവാനായിട്ട് സാധിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കുന്നിനൊരു കുഴി എന്ന് പറയുന്നത് പോലെയുള്ളൊരവസ്ഥയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യമുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ തിരിച്ചറിയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പതനകാലത്താണ്. നന്നായിട്ട് നടക്കുമ്പോൾ അങ്ങനെ അങ്ങ് അന്താളിച്ച് നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ലൈഫിൽ നമ്മളൊന്ന് ഇരുന്ന് പോകുമ്പോഴാണ് ആരാണ് നമ്മളുടെ ഒപ്പം ഉള്ളത് അല്ലെങ്കിൽ ആരാണ് നമുക്ക് സപ്പോർട്ട് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ഒരു എനർജിയിൽ ഈ പറഞ്ഞ പോലെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ അകന്നു പോയ വ്യക്തിയായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരത്ര നല്ല മൈൻഡിലല്ല, അല്ലാന്നുണ്ടെങ്കിൽ നല്ല സിറ്റുവേഷനിലൂടെ അല്ല അവരിപ്പോൾ കടന്നു പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ഏരീസ്, ലിയോ, അക്വേറിയസ്, ജെമിനായി, സ്കോർപ്പിയോ സോഡിയക് സൈൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോറസ്. ഇനി അതുപോലെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്പേഴ്സ് നമ്പർ 16, നമ്പർ 17, നമ്പർ 20 ആൻഡ് നമ്പർ 21. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കുറച്ചധികം മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മയാണോ ഞാൻ അനുഭവിക്കുന്നതെന്ന് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. യൂണിവേഴ്സായിട്ട് തന്നെ അവർക്കൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഡൈവോഷൻ അവരുടെ ലൈഫിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നല്ലതുപോലെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ടൊരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിംഗ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.